കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ മുംബൈയിലെ വീട്ടിൽ മോഷ്ടാക്കൾ കയറി നടനെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവം പുറത്തുവന്നത്. സെയ്ഫിന്റെ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിൽ വച്ചാണ് നടൻ ആക്രമിക്കപ്പെട്ടത്. ഗുരുതര പരിക്കുകളുടെ നടനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നടന്റെ കയ്യിലും കഴുത്തിലുമായി 6 മുറിവുകളും ഉണ്ടായിരുന്നു. ഇതിൽ നട്ടലിനേറ്റ 2 പരിക്കുകൾ ഗുരുതരമായിരുന്നു. താരത്തിന്റെ നട്ടലിൽ നിന്നും 2.5 ഇഞ്ച് നീളമുള്ള കത്തിയാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. പുലർച്ചെ 2:30 വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന താരം സംശയാസ്പദമായ ശബ്ദം കേട്ടാണ് ഉണർന്നത്. അപ്പോഴാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നെന്ന സത്യം തിരിച്ചറിഞ്ഞത്. സിനിമയിലെ ഹീറോയെ പോലെ ജീവിതത്തിലും സെയ്ഫ് ആക്രമികളെ നേരിടുകയായിരുന്നു. എന്നാൽ അത് വലിയ കയ്യേറ്റത്തിലേക്ക് മാറുകയും സെയ്ഫിനെ 6 തവണ കുത്തി പരിക്കേൽപ്പിച്ച് മോഷ്ടാക്കൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരുടെയും സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ചാണ് അക്രമി 11ാം നിലയിൽ കടന്നു കയറിയത്. സെയ്ഫിന്റെയും കരീനയുടെയും ഇളയ മകൻ ജയയെ പരിപാലിക്കുന്ന ആയ ഏലിയാമ്മ ജയയുടെ മുറിയിൽ നിന്നും ശബ്ദം കേട്ട് ഉണരുകയായിരുന്നു. ഇരുനിറത്തിൽ മെലിഞ്ഞ ശരീരമുള്ള ഒരു യുവാവ് നിൽക്കുന്നത് കണ്ട ഏലിയാമ്മ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അക്രമി ഏലിയാമ്മയോട് മിണ്ടരുതെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കത്തിയും വടിയും കാണിച്ചാണ് അക്രമി ഏലിയാമ്മയെ ഭീഷണിപ്പെടുത്തിയത്. എന്നിട്ടും ശബ്ദമുണ്ടാക്കിയ ഏലിയാമ്മയെ അക്രമി മുറിവേൽപ്പിക്കുകയായിരുന്നു. എന്നാൽ നടന്റെ വീട്ടിലെ ഒരു ജോലിക്കാരിക്ക് അക്രമിയെ പരിചയമുണ്ടെന്നും അവരുടെ അറിവോടെയാണ് അക്രമി വീട്ടിലെത്തിയതെന്നുമാണ് ഇപ്പോഴത്തെ സംശയം.